സാമ്പത്തികമായും സാമൂഹികമായും തകർന്ന കേരളത്തെ വീണ്ടെടുക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നാളെ പ്രവേശിക്കും. ചെറുതോണിയിൽ വൈകിട്ട് 4-ന് എത്തിച്ചേരുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി UDF നേതാക്കൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ ഇടത് സർക്കാർ കടുത്ത വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. 1964 ചട്ടപ്രകാരമുള്ള പട്ടയഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഇടുക്കിയിൽ മാത്രം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അനീതിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ് ഇപ്പോഴും വെന്റിലേറ്ററിലാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ. ഇടുക്കിയിൽ നിന്നും ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പണി പൂർത്തിയാവാത്തതും ഫണ്ട് ലഭ്യമാക്കാത്തതുമായ പദ്ധതികളുടെ ഉദ്ഘാടന തിരക്കിലാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. മന്ത്രി നടത്തുന്ന ഔദ്യോഗിക പരിപാടികൾ UDF ജനപ്രതിനിധികളും നേതാക്കളും ബഹിഷ്കരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇടത് സർക്കാരിനെ താഴെ ഇറക്കി പുതുയുഗം സാക്ഷാത്കരിക്കുന്നതിന് വി.ഡി. സതീശൻ നയിക്കുന്ന കേരള യാത്രയെ പരുവപ്പെടുത്തുമെന്നും ചെറുതോണിയിലെത്തുന്ന പ്രതിപക്ഷ നേതാവിനെ 5000-ലധികം ആളുകളെ അണിനിരത്തി സ്വീകരിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഗവൺമെന്റിന്റെ ജനദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ആരും ക്ഷണിക്കാതെ തന്നെ ഈ സമ്മേളനത്തിലേക്ക് വന്ന് സർക്കാരിൽ നിന്നുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരാണെങ്കിൽ ഇപ്പോൾ ഓടി നടന്ന പ്രഖ്യാപനങ്ങളും പരിപാടികളുമാണ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി നടത്താത്തിരുന്ന പ്രഖ്യാപനങ്ങളെല്ലാം ഒന്നൊന്നായി നടത്തി അതിനെല്ലാം തറക്കല്ലിട്ട് ജനങ്ങളെ വഞ്ചിക്കുക എന്ന് പറയുന്ന വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ LDF മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ തന്നെ ഈ നിയോജകമണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ സംഖ്യ തന്നെ കണക്കുകൂട്ടിയാൽ ഏതാണ്ട് 1000 കോടി രൂപയ്ക്ക് മേലെ വരും. എവിടെ നിന്നാണ് ഈ പണം, എങ്ങനെയാണ് ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ അതെല്ലാം അങ്ങനെ വരും ഇങ്ങനെ വരും എന്ന് പറയും. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ MK പുരുഷോത്തമൻ, കൺവീനർ ജോയി വെട്ടിക്കുഴി, KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ, MD അർജുനൻ, അനീഷ് ജോർജ്, സാം ജോർജ്, അനിൽ ആനിക്കനാട്ട്, PK ജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.